ക്രിസ്തുവിൽ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, വിശുദ്ധ യൂദാ തദേവുസിനോടുള്ള സ്നേഹത്തിൽ നിന്നുകൊണ്ട് വിശുദ്ധ യൂദാ തദേവുസിൻ്റെ തിരുശേഷിപ്പിനോടൊപ്പം ചേർന്ന് നമ്മൾ ഈശോയോട് പ്രാർത്ഥിക്കുകയാണ്. ആ വലിയ വിശുദ്ധൻ്റെ ജീവിതം, അപ്പോസ്തലൻ്റെ ജീവിതം വഴി ഈശോയോട് ഒരല്പം അടുക്കുവാൻ, ഈശോയെ ആത്മാർത്ഥമായി സ്നേഹിക്കുവാനുള്ള കൃപ എനിക്ക് നീ പ്രദാനം ചെയ്യണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, ഒരു കാണിയിൽ നിന്നും സാക്ഷിയിലേക്കുള്ള ദൂരം എന്താണെന്ന് ചോദിച്ചാൽ അത് വളരെയധികം ചിന്തിക്കേണ്ട ഒരു വിഷയമാണെന്ന് ഞാൻ പറയും. എന്താണ് കാണി എന്ന് പറയുന്ന പദത്തിൻ്റെ അർത്ഥവും എന്താണ് സാക്ഷി എന്ന് പറയുന്ന പദത്തിൻ്റെ അർത്ഥവും? ഒരുപക്ഷെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ വഴിയിൽ ഒരു ആക്സിഡൻറ്റ് സംഭവിക്കുകയാണെന്ന് വിചാരിക്കുക. ആ ആക്സിഡൻറ്റ് സംഭവിച്ച് അത് കണ്ടു നിന്ന ഒത്തിരി പേരുണ്ടെങ്കിൽ പോലും പോലീസ് അതിനെക്കുറിച്ച് പരിശോധിച്ച് അതാരൊക്കെ കണ്ടു എന്ന് ഉറക്കെ ചോദിക്കുമ്പോൾ ഈ കണ്ടു നിന്നവരിൽ എത്ര പേര് ചങ്കൂറ്റത്തോടുകൂടി കൈ ഉയർത്തി പറയും, ഞാൻ ഈ ആക്സിഡൻറ്റ് നേരിൽ കണ്ടുവെന്ന്? വളരെ ചുരുക്കം പേര് മാത്രമാണ് അതിന് മുതിരാറുള്ളൂ. കാരണം അതിൻ്റെ കാരണങ്ങൾ ഒത്തിരിയുണ്ട്. പക്ഷേ കൈ ഉയർത്തി പറയുന്നവനും കൈ ഉയർത്താതെ നിൽക്കുന്നവനും തമ്മിൽ ഒരു ദൂരമുണ്ട്. അതാണ് കാണിയിൽ നിന്നും സാക്ഷിയിലേക്കുള്ള ദൂരം. ആരാണ് കാണി? കണ്ടു നിന്നവരെല്ലാം കാണികളാണ്, പക്ഷെ അവരാരും സാക്ഷികളായി മാറുന്നില്ല. എപ്പോഴാണ് അവർ സാക്ഷികളാകുന്നത്? ചങ്കൂറ്റത്തോടെ കൈ ഉയർത്തിയിട്ട് പറയണം, ഞാനിത് നേരിൽ കണ്ടു എന്ന്. അങ്ങനെ ചങ്കൂറ്റത്തോടുകൂടി ഒരു സാക്ഷിയാകുവാൻ എനിക്ക് സാധിക്കണമെങ്കിൽ എന്നെ വഴി നടത്തുന്നൊരു ശക്തി എനിക്കുണ്ടായേ പറ്റും. അപ്പോസ്തലന്മാരെല്ലാവരും കൈ ഉയർത്തി ചങ്കൂറ്റത്തോടെ ഞാൻ എൻ്റെ നാഥനെ കണ്ടു, അവൻ സത്യത്തിൽ ഉയർത്തെഴുന്നേറ്റു എന്ന് ലോകത്തിന് മുമ്പിൽ ധീരതയോടുകൂടി സാക്ഷിത്വം വരിച്ചവരാണ്. അങ്ങനെ ഒരു വിശുദ്ധൻ്റെ തിരുശേഷിപ്പിന് മുന്നിലാണ് നാം ആയിരിക്കുന്നത്. വിശുദ്ധ യൂദാ തദേവുസ്. വിശുദ്ധ യൂദാ തദേവുസിൻ്റെ ചിത്രം നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ശരീരത്തിന് മുകളിൽ അഗ്നിരൂപേണ ഒരു നാവിൻ്റെ ചിത്രം നമുക്ക് കാണുവാൻ സാധിക്കും. എന്താണ് ആ അഗ്നിരൂപത്തിലുള്ള നാവിൻ്റെ ചിത്രം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. മറ്റൊന്നുമല്ല ഇത് അർത്ഥമാക്കുന്നത്, പെന്തക്കോസ്താ ദിവസം അപ്പോസ്തലന്മാരിൽ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചതിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ് ഈ തീനാവ് എന്ന് പറയുന്നത്. അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ 2-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് വിവരിക്കുന്നുണ്ട്. കൊടുങ്കാറ്റിൻ്റെ ശബ്ദത്തോടു കൂടി തീനാവ് ഇറങ്ങി വന്ന് അവരുടെ എല്ലാവരുടെയും ശിരസ്സിന് മേൽ സ്ഥിതി ചെയ്തു. പരിശുദ്ധാത്മാവിനെ സമൃദ്ധമായി ഇറങ്ങിക്കൊടുത്തു. പരിശുദ്ധാത്മാവിനെ സമൃദ്ധമായി ചൊരിഞ്ഞുവെങ്കിൽ പെന്തക്കോസ്താ ദിനത്തെപ്പറ്റി പറയുന്നത് പെസഹ പൂർത്തിയാക്കപ്പെട്ട ദിനമെന്നാണ്. ഈ പെസഹ പൂർത്തിയാക്കപ്പെട്ട ദിനത്തിൽ പരിശുദ്ധാത്മാവിനെ ഒരു ദൈവിക വ്യക്തിയായി വെളിപ്പെടുത്തപ്പെട്ടു എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുകയാണ്. പരിശുദ്ധ ത്രിത്വം പൂർണ്ണമായിട്ട് വെളിപ്പെടുത്തപ്പെട്ട ഒരു സുദിനമായിരുന്നു പെന്തക്കോസ്താ ദിനം. അഗ്നിജ്വാലകൾ പോലെയുള്ള നാവുകൾ അപ്പോസ്തലന്മാരുടെ ശിരസ്സിന് മേലെ സ്ഥിതി ചെയ്യുമ്പോൾ അതർത്ഥമാക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവ് അവരിലേക്ക് ഇറങ്ങി അവരുടെ മേൽ ആത്മാവ് നിറഞ്ഞു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനുശേഷം അപ്പോസ്തല പ്രവർത്തനങ്ങൾ എഴുതുന്നത് എന്താണ് അവിടെ സംഭവിച്ചത്? വലിയ മാറ്റമാണ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. പിന്നീട് അങ്ങോട്ട് അവർ സംസാരിക്കുന്ന ഭാഷകളൊക്കെ കേട്ട് നിൽക്കുന്ന പല ഭാഷകൾ സംസാരിക്കുന്നവർക്ക് മനസ്സിലാവുകയാണ്. പത്രോസിൻ്റെ പ്രസംഗം കേട്ട് അനേകായിരങ്ങളാണ് മാനസാന്തരപ്പെട്ടത്. അത്രമാത്രം ശക്തമായിട്ടുള്ള ഭാഷാവരം അവർക്ക് ലഭിച്ചു. എങ്ങനെ? പരിശുദ്ധാത്മാവിൻ്റെ നിറവുണ്ടായതുകൊണ്ട് മാത്രം. പെന്തക്കോസ്താ ദിവസം സംഭവിച്ചത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ ഒരു വരവ് തന്നെയാണ്. കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷ പ്രാപിക്കുമെന്ന് ലോകം മുഴുവനും വിളിച്ചോതും വിധം ചങ്കൂറ്റത്തോടുകൂടി
കാണികളിൽ നിന്നും സാക്ഷികളിലേക്കുള്ള ദൂരം താണ്ടിയ അപ്പോസ്തലന്മാരുടെ ദിനമായിരുന്നു ആ പെന്തക്കോസ്താ ദിനം. നമ്മുടെ മുന്നിലിരിക്കുന്ന തിരുശേഷിപ്പ് വിശുദ്ധ യൂദാ തദ്ദേവൂസ് ധൈര്യത്തോടുകൂടി രക്ഷ പ്രാപിക്കണമെങ്കിൽ നീ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കണമെന്ന് പേർഷ്യയിലും സിറിയയിലും തുർക്കിയിലും അങ്ങേറ്റം ധീരതയോടുകൂടി പ്രഘോഷിച്ചു. ആ പ്രഘോഷണത്തെ, ആ ചങ്കൂറ്റത്തെ നമ്മൾ വിളിക്കുകയാണ് സാക്ഷിത്വം എന്നുള്ളത്. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുള്ളതാണ് ഇന്ന് വിശുദ്ധ യൂദാ തദ്ദേവൂസ് നമ്മെ പഠിപ്പിക്കുന്നത്. എന്നും നീ പ്രാർത്ഥിക്കുക. പഴയ നിയമത്തിൽ പിതാവായ ദൈവം സജീവമായിരുന്നത് പോലെ, പുതിയ നിയമത്തിൽ പുത്രനായ യേശു സജീവമായിരുന്നത് പോലെ, ഇന്ന് സഭയെ നയിക്കുന്നത് പരിശുദ്ധാത്മാവാണെന്നുള്ള ചിന്ത, ബോധ്യം, വിശ്വാസം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. നമ്മൾ ഉറക്കെ നിലവിളിച്ച് പ്രാർത്ഥിക്കേണ്ടത് പരിശുദ്ധാത്മാവെ നീ ഇറങ്ങി വരണമേ, എന്നിൽ നിറയണമേ എന്നുള്ളതാണ്, കത്തി ജ്വലിക്കണമേ എന്നുള്ളതാണ്. കാരണം അത് സാക്ഷിയാക്കി മാറ്റുന്നതിനുള്ള വലിയ കാരണമായി തീരുന്നു എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവിനാൽ നിറയണമെങ്കിൽ ദൈവസ്നേഹത്താൽ കത്തിജ്വലിക്കണം. ദൈവത്തെ വാരിപ്പുണരുവാനുള്ള സ്നേഹത്താൽ അങ്ങേറ്റം കത്തിജ്വലിക്കുന്നവർക്കാണ് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് അനുഭവിക്കുകയുള്ളൂ. നമ്മളെല്ലാവരും മാമോദീസായിലൂടെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചവരാണ്. എന്നാൽ സ്ഥൈര്യലേപനം എന്ന കൂദാശയിലൂടെ മാമോദീസായിലൂടെ സ്വീകരിച്ച പരിശുദ്ധാത്മാവിൻ്റെ പൂർണ്ണതയിലേക്ക് നമ്മൾ എത്തപ്പെടുകയാണ്. ഒരു സ്ഥൈര്യപ്പെടുത്തൽ, ഒരു സ്ഥിരപ്പെടുത്തൽ, ഒരു പൂർണ്ണതയിലേക്കുള്ള വലിയ വിളിയാണ് സ്ഥൈര്യലേപനം എന്ന കൂദാശയിലൂടെ നമ്മൾ സ്വീകരിച്ചത്. അവിടെ നമ്മൾ സ്വീകരിക്കുന്ന ഒരു മുദ്രയാണ്. തൈലാശീർവാദത്തോടുകൂടി തൈലം ലേപനം ചെയ്യുന്നതിലൂടെ നമ്മൾ സ്വീകരിക്കുന്നത് സ്ഥിരമായിട്ടുള്ള പരിശുദ്ധാത്മാവിൻ്റെ ഒരു മുദ്രയാണ്. അതുകൊണ്ട് നമ്മൾ നിറയുന്നത് പെന്തക്കോസ്താ അനുഭവത്തിലൂടെയാണ്. അന്ന് മുതൽ നമ്മൾ വിളിക്കപ്പെടുന്നത് യൂദാശ്ലീഹ പഠിപ്പിക്കുന്ന ധീരതയുടെ സാക്ഷിത്വത്തിൻ്റെ പാതയിലൂടെ ചരിക്കുവാനാണ്. പ്രിയമുള്ളവരെ, അങ്ങനെ ഒന്നുണ്ടാകണമെങ്കിൽ ആവോളം സ്നേഹം കൊണ്ട് നമ്മൾ നിറയണം. ഈശോയെ ആവോളം സ്നേഹിക്കുവാൻ, ദൈവത്തെ വാരിപ്പുണരുവാനായിട്ടുള്ള ആവേശം നമ്മളിൽ കത്തിജ്വലിക്കണം. ബിനോയച്ചൻ തൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു കൊച്ചു കഥ പറയുകയുണ്ടായി. ഒരു അക്രൈസ്തവ യുവതിയെ അച്ഛൻ കാണാനിടയായി. പള്ളിയിൽ ഒത്തിരി ഭക്തിയോടും സ്നേഹത്തോടും കൂടി ആയിരിക്കുന്നത് അച്ഛൻ ദർശിച്ചു. അവൾ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്ന സമയത്ത് ദിവസവും കൂട്ടുകാരുടെ ഒപ്പം പള്ളിയിൽ പോകും. പള്ളിയിൽ പോയി കുർബാനയിൽ പങ്കെടുക്കും. ഈ കുർബാനയിൽ പങ്കെടുക്കുമ്പോഴൊക്കെ അച്ഛൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഈ പെൺകുട്ടി വളരെ ആവേശത്തോടു കൂടി സ്നേഹത്തോടു കൂടിയാണ് കരങ്ങൾ കൂപ്പിയിട്ട് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നത്. ഈ പെൺകുട്ടിയെ ശ്രദ്ധിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്, വിശുദ്ധ കുർബാന സ്വീകരിച്ചു വരുന്ന ക്രിസ്തീയ വിശ്വാസിയായിട്ടുള്ള ഒരു പെൺകുട്ടിയുടെ അടുക്കൽ തൊട്ടുരുമി ഈ പെൺകുട്ടി ചേർന്ന് നിൽക്കുകയാണ്. ഇങ്ങനെ ചേർന്ന് നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞ് കുർബാന കഴിഞ്ഞ് ഈ പെൺകുട്ടിയെ വിളിച്ചു വരുത്തി അച്ഛൻ ചോദിച്ചു, അല്ല, ദൈവത്തെ അല്ലെങ്കിൽ വിശുദ്ധ കുർബാനയോടുള്ള നിനക്ക് ഇത്രമാത്രം സ്നേഹം എന്താണ് എന്ന്. അപ്പോൾ അവൾ അച്ഛനോട് പറയുകയാണ്, അച്ഛാ, എൻ്റെ ഉള്ളിലെ വലിയൊരാഗ്രഹമാണ് എൻ്റെ ഈശോയെ എനിക്കൊന്ന് സ്വീകരിക്കണം. എൻ്റെ ഈശോയെ എനിക്ക് ആ തിരുശരീരവും തിരുരക്തവും എനിക്ക് ഒരിക്കലെങ്കിലും സ്വീകരിക്കാൻ പറ്റണം. അത്രമാത്രം ആഗ്രഹം എനിക്കുണ്ട് എന്ന്. എന്നിട്ട് അച്ഛൻ ചോദിച്ചു, നീ എന്തിനാണ് ഈ കുർബാന സ്വീകരിച്ചു വരുന്നവരുടെ അടുക്കൽ തൊട്ടി ഒരുമി ഇങ്ങനെ നിൽക്കുന്നത്? ആ കുട്ടി പറഞ്ഞത് വലിയൊരു സാക്ഷ്യമാണ്. ആ കുട്ടി പറയുക, വിശുദ്ധ കുർബാന സ്വീകരിച്ചു വരുന്ന എൻ്റെ കൂട്ടുകാരിൽ ഈശോയുണ്ട്. ആ ഈശോയോട് ചേർന്ന് തൊട്ടുരുമി നിൽക്കുവാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാനങ്ങനെ ആയിരിക്കുന്നതെന്ന്. അച്ഛൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അതൊരു വലിയ സാക്ഷ്യമാണ്. ഈശോയെ അങ്ങേയറ്റം സ്നേഹിക്കുവാൻ, അങ്ങേയറ്റം ഹൃദയത്തിൽ ചേർത്ത് വയ്ക്കുന്ന സ്നേഹത്തിൻ്റെ സാക്ഷ്യമായിരുന്നു ഈ പെൺകുട്ടിയുടെ ധീരത. ഞാൻ സെയിൻറ്റ് അലോഷ്യസ് കോളേജിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ വെറുതെ ചോദിച്ചതാ, നിങ്ങൾ എത്ര പേര് ഈശോയിൽ വിശ്വസിക്കുന്നുണ്ട്, ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട്? എനിക്ക് ഉറപ്പായിരുന്നു ആരും തന്നെ അങ്ങനെ കൈ ഉയർത്തി പറയില്ല എന്ന്. പക്ഷേ എൻ്റെ പ്രതീക്ഷകൾ തകർന്നു മറിച്ചു. ഒരു പെൺകുട്ടി ഉടനെ കൈ തൂക്കിക്കൊണ്ട് പറഞ്ഞു, അച്ഛാ, ഐ ബിലീവ് ഇൻ ഗോഡ്. എനിക്ക് വളരെ അത്ഭുതം തോന്നി. ഞാൻ ആ പെൺകുട്ടിയെ കൊണ്ട് വിളിച്ചു. ഞാൻ ചോദിച്ചു, മോളെ, എങ്ങനെയാണ് വിശ്വസിക്കുന്നത്?
ദൈവമുണ്ടെന്ന് എങ്ങനെയാണ് നിനക്ക് ഉറപ്പായത്? അവൾ അപ്പോൾ തന്നെ ഒരു സംഭവം പറയുക. ക്ലാസ് വിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ പെട്ടെന്നാണ് റോഡ് കുറുകെ കടന്ന് ഒരു സാധനം കടയിൽ നിന്ന് വാങ്ങിക്കണമെന്ന് തോന്നിയത്. അവൾ അങ്ങനെ റോഡ് കുറുകെ മുറിച്ച് കിടക്കുവാൻ തുടങ്ങിയപ്പോൾ തന്നെ പിറകിൽ നിന്ന് ആരോ വിളിച്ചു, പിറകോട്ട് വരിക എന്ന്. വലിയ ശബ്ദമായിരുന്നു. ആ ശബ്ദം കേട്ട ഉടനെ തന്നെ അവൾ പിറകോട്ട് വന്നു. അങ്ങനെ പിറകോട്ട് വന്ന നിമിഷത്തിൽ തന്നെ ഒരു ബസ് അമിത വേഗത്തിൽ അവളെ തൊട്ടില്ല എന്ന് വേഗത്തിൽ പാഞ്ഞു പോവുകയാണ്. ഒരു പക്ഷേ അവൾ നേരത്തെ നിന്നിരുന്നിടത്തായിരുന്നുവെങ്കിൽ ഒരു ആക്സിഡൻറ്റ് അവിടെ സംഭവിക്കുമായിരുന്നു. എന്നാൽ അവളെ രക്ഷിച്ചത് പിറകിൽ നിന്ന് വിളിച്ച ആ ശബ്ദമാണ്. അവൾ വേഗം പിറകോട്ട് തിരിഞ്ഞു നന്ദി പറയുവാൻ വേണ്ടി. അവൾ പിറകോട്ട് നോക്കിയപ്പോൾ അവിടെ ആരെയും കണ്ടില്ല. അവൾ അവിടെ ആരെയും കണ്ടില്ല. പക്ഷെ അവൾ ഉറക്കെ കേട്ടു വലിയൊരു ശബ്ദം, നീ പിറകോട്ട് വരിക മോളെ എന്ന്. അവൾ എന്നിട്ട് ആ ക്ലാസ്സിൻ്റെ മുഴുവൻ കുട്ടികളുടെ മുമ്പിൽ വെച്ച് പറയുകയാണ്, എനിക്കുറപ്പാണ് അതെന്നെ സ്നേഹിക്കുന്ന ദൈവമാണ്. ഇതാണ് സാക്ഷ്യമെന്ന് പറയുന്ന പ്രിയമുള്ളവരെ. മറ്റുള്ളവരുടെ മുന്നിൽ ധീരതയോടുകൂടി പരിശുദ്ധാത്മാവിൻ്റെ നിറവ് അനുഭവിക്കുന്നവർ പറയുന്നു, ഐ ബിലീവ് ഇൻ ഗാഡ്. ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു, എന്നെ വഴി നടത്തുന്നത് ദൈവമാണെന്ന് ഉറക്കെ വിളിക്കുവാൻ പറയുവാൻ അവർക്ക് ധീരത കിട്ടുന്നത് ഈ പരിശുദ്ധാത്മാവിൻ്റെ നിറവുണ്ടാകുമ്പോഴാണ്. പ്രിയമുള്ളവരെ, വിശുദ്ധ യൂദാ തദ്ദേവൂസ് പഠിപ്പിക്കുന്നത് നിനക്കും പറ്റും ഇതൊരുപോലെ കാണിയിൽ നിന്നും സാക്ഷിയിലേക്കുള്ള ദൂരം താണ്ടുവാൻ. കാണിയിൽ നിന്നും സാക്ഷിയിലേക്കുള്ള ദൂരം താണ്ടുവാൻ നീ ഉണർന്ന് പ്രാർത്ഥിക്കുക, പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുക, അത്ഭുതങ്ങൾ സംഭവിക്കും. പത്രോസ് ഈ പെന്തക്കോസ്ത് അനുഭവം ഉണ്ടായ നിമിഷം മുതൽ പ്രസംഗിച്ച നിമിഷങ്ങളിലൊക്കെ അത്ഭുതങ്ങളുടെ നീണ്ട നിരയായിരുന്നു, മാനസാന്തരങ്ങളുടെ നീണ്ട നിരയായിരുന്നു. ഓർക്കുക, ദൈവം നിന്നെ വിളിക്കുന്നത് സാക്ഷിയാകുവാൻ വേണ്ടിയാണ്. എല്ലാ നിയമങ്ങളുടെയും അവസാനം കാനോനിക ഗ്രന്ഥത്തിൽ എഴുതി വച്ചിട്ടുണ്ട്, സാലൂസ് അനിമാരും, ദ സാൽവേഷൻ ഓഫ് സോൾസ്. ആത്മാക്കളുടെ രക്ഷയാണ് ഏറ്റവും പ്രധാനമെന്ന് എഴുതപ്പെട്ടിരിക്കുകയാണ്. എൻ്റെ ജീവിതം മുന്നോട്ട് വയ്ക്കേണ്ട ലക്ഷ്യവും ഇത് തന്നെയാണ്, ആത്മാക്കളെ രക്ഷിക്കുക. ഞാൻ കണ്ടുമുട്ടുന്ന ആത്മാക്കളിൽ ദൈവത്തിൻ്റെ രക്ഷ പകർന്നു കൊടുക്കണമെങ്കിൽ ധീരതയോടുകൂടി, ചങ്കൂറ്റത്തോടുകൂടി, പരിശുദ്ധാത്മാവിൻ്റെ നിറവോടുകൂടി ഞാൻ ഇറങ്ങിത്തിരിക്കേണ്ടിയിരിക്കുന്നു. ഇന്ന് ദൈവം ആഗ്രഹിക്കുന്നത്, ദാഹിക്കുന്നത് ഇവാഞ്ചലൈസേഴ്സിനെയാണ്, സുവിശേഷ പ്രഘോഷകരെയാണ്. എന്നെയും നിങ്ങളെയും ഈശോ വിളിക്കുകയാണ് സുവിശേഷ പ്രഘോഷകരാകുവാൻ. മദർ തെരേസ കോൺവെൻറ്റുകളിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെയുള്ള ദേവാലയങ്ങളിൽ കുരിശിനോട് ചേർന്ന് 2 വാക്കുകൾ എഴുതിയിട്ടുണ്ട്, ഐ തേഴ്സ്റ്റ്. ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് പറഞ്ഞ വാക്കുകളാണ്, എനിക്ക് ദാഹിക്കുന്നു. എന്താണ് ആ ദാഹം? ആത്മാക്കൾക്ക് വേണ്ടി ദാഹിക്കുന്ന ഈശോയാണ് കുരിശിൽ കാണേണ്ടത്. ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി ഈശോ ദാഹിക്കുന്നുവെന്ന് തിരിച്ചറിയുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ നിറവോടുകൂടി നമ്മൾ ഇറങ്ങിത്തിരിക്കും, എൻ്റെ ജീവിതം ഞാൻ ഈശോയ്ക്ക് വേണ്ടി മാറ്റിവെക്കുമെന്ന്. എന്തുമാത്രം യുവജനങ്ങളാണ് ഈശോയ്ക്ക് സാക്ഷ്യമായി നിന്ന് ഇറങ്ങിത്തിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം വാട്സപ്പിൽ കണ്ട ഒരു വളരെ മനോഹരമായ ദൃശ്യം ഇതായിരുന്നു. യുവജനങ്ങൾ കുറച്ചു പേര് മൈക്കമെടുത്ത് തെരുവിലിറങ്ങി ഈശോയ്ക്ക് വേണ്ടി, ഈശോയുടെ നാമത്തിൽ സുവിശേഷം പ്രഘോഷിക്കുന്ന കാഴ്ച. എത്ര സുന്ദരമായ കാഴ്ചയാണ് പ്രിയമുള്ളവരെ. ബസ്സിലൂടെ യാത്ര ചെയ്യുമ്പോഴും തെരുവീഥികളിലൂടെ നടക്കുമ്പോഴുമൊക്കെ കൊച്ചുകുട്ടികൾ പോലും ജപമാല മണികൾ കയ്യിലേന്തിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നത് സാക്ഷ്യമാണ്. മറ്റുള്ളവരുടെ മുന്നിൽ ദൈവത്തെ വിളിച്ചോതുന്നവൻ എന്നും ധീരതയുള്ള സുവിശേഷ പ്രഘോഷകർ തന്നെയാണ്. ഓർക്കുക, നിങ്ങളും ഞാനും വിളിക്കപ്പെട്ടിരിക്കുന്നത് ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. വിശുദ്ധ യൂദാ തദ്ദേവൂസ് നമ്മെ പഠിപ്പിക്കുന്നു, ധീരതയോടെ നീ ഇറങ്ങിത്തിരിക്കുക പരിശുദ്ധാത്മാവിൻ്റെ നിറവോടുകൂടി. നമ്മൾ ഈ വിശുദ്ധ യൂദാ തദ്ദേവൂസിൻ്റെ നൊവേനയിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എന്താണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്? എൻ്റെ പരിശുദ്ധാത്മാവേ, എന്നിലേക്ക് ഇറങ്ങി വരണമേ എന്ന് പ്രാർത്ഥിക്കാം. എന്നിൽ കത്തിജ്വലിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമുക്ക് കൂപ്പ് കരങ്ങളോടെ ആയിരിക്കാം. കരങ്ങൾ കൂപ്പി ഭക്തിയോടുകൂടി ഈശോയെ നമുക്ക് മനസ്സിൽ കൊണ്ടുവരാം. ഈശോയെ മനസ്സിൽ കൊണ്ടുവരുമ്പോൾ നമ്മൾ മുറുകെ പിടിക്കേണ്ടത് വിശുദ്ധ യൂദാ തദ്ദേവൂസിൻ്റെ കരങ്ങൾ തന്നെയാണ്. ആ കരങ്ങൾ
ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും കാരുണ്യവാനുമായ ദൈവമേ, പെന്തക്കോസ്താ ദിവസം അപ്പോസ്തലന്മാരുടെ ഇടയിലേക്ക് അഗ്നിയുടെ ജ്വാലകളെന്ന വണ്ണം നാവിൻ്റെ രൂപത്തിൽ അങ്ങ് പരിശുദ്ധാത്മാവിനെ അയച്ച് ശക്തിപ്പെടുത്തിയല്ലോ. ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും നിറവും നീ അയക്കണമേ. കാണികളായിട്ട് ജീവിക്കുവാനല്ല, സാക്ഷികളായിട്ട് ജീവിക്കുവാനുള്ള കൃപ നീ പ്രദാനം ചെയ്യണമേ. ഞങ്ങളുടെ ജീവിതയാത്രയിൽ നിന്നെ മുറുകെ പിടിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ രക്ഷയ്ക്ക് വേണ്ടി അക്ഷീണം പ്രയത്നിക്കുവാനുള്ള കൃപ നീ പ്രദാനം ചെയ്യണമേ. ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി കുരിശിൽ കിടന്ന് ദാഹിക്കുന്ന ഈശോയെ, അങ്ങയുടെ ശബ്ദവും അങ്ങയുടെ ദാഹവും ഞങ്ങളിതാ ശ്രവിക്കുന്നു, അനുഭവിക്കുന്നു. ആ ദാഹം ശമിപ്പിക്കുവാൻ വേണ്ടി സുവിശേഷ പ്രഘോഷകരായി ഇറങ്ങിത്തിരിക്കുവാനുള്ള ധൈര്യം നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. പേർഷ്യയിൽ എല്ലാവരുടെ ഇടയിൽ ചങ്കൂറ്റത്തോടുകൂടി യൂദാശ്ലീഹ എത്രമാത്രം ധീരതയോടുകൂടി സുവിശേഷം പ്രഘോഷിച്ചുവോ, അതേ ധൈര്യത്തോടും അതേ ചങ്കൂറ്റത്തോടും കൂടി ഞാനായിരിക്കുന്ന എൻ്റെ മേഖലകളിൽ, എൻ്റെ ജീവിതയാത്രയിലൊക്കെ ഈശോയുടെ നാമം വിളിച്ചുകൊണ്ട് ഈശോയ്ക്ക് വേണ്ടി സുവിശേഷം പ്രഘോഷിക്കുവാനുള്ള എല്ലാ കൃപകളും ദൈവമേ അങ്ങ് പ്രദാനം ചെയ്യണമേ. സർവശക്തനായ ദൈവമേ, വിശുദ്ധ യൂദാ തദേവുസിൻ്റെ മാധ്യസ്ഥം വഴി എന്നെയും എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ. സുവിശേഷ ദീപ്തരാക്കി ഞങ്ങളെ മാറ്റണമേ. നമുക്ക് നൊവേനയിലേക്ക് പ്രവേശിക്കാം. നമ്മുടെ നിയോഗങ്ങളും നമ്മുടെ പ്രാർത്ഥനകളും അൾത്താരയിൽ സമർപ്പിച്ചുകൊണ്ട് ഭക്തിയോടുകൂടെ, കൂപ്പുകരങ്ങളോടെ, സ്നേഹത്തോടെ നമുക്ക് പ്രാർത്ഥനയിൽ പങ്കുചേരാം. സൗഖ്യവും ശാന്തിയും കനിഞ്ഞരുളി എന്നെ നയിക്കണമേ. സൗഖ്യവും ശാന്തിയും കനിഞ്ഞരുളി എന്നെ നയിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ.
കർത്താവെ അനുഗ്രഹിക്കണമേ. കർത്താവേ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. കർത്താവേ അനുഗ്രഹിക്കണമേ. മിശിഹായി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായി ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. സ്വർഗീയ പിതാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ലോകരക്ഷകനായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാരൂപിയായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏകദൈവമായ ത്രിത്വമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. തമ്പുരാന്റെ പുണ്യജനനി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സൽബുദ്ധിയുടെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അപ്പസ്തോലന്മാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ യൂദാ തദേവൂസേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈശോ മറിയം യൗസേപ്പിന്റെ കുടുംബാംഗമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മഹായോഗ്യനും മഹത്വമുള്ളവനുമായ അപ്പോസ്തല, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദിവ്യ ഗുരുവിന്റെ ആപ്തശിഷ്യ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. യേശുവിന്റെ വിശ്വസ്ത അനുഗാമിയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവപരിപാലനയിൻ കീഴിലെ തീർത്ഥാടക, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശ്വാസത്തിന്റെ സാക്ഷി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദാരിദ്ര്യത്തിന്റെ സ്നേഹിത, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിനയസഹനങ്ങളുടെ ആദർശമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധിയുടെ ലില്ലിയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവസ്നേഹദീപത്തിന്റെ ജ്വാലയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധിയുടെ താരമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവവര പ്രസാദത്തിന്റെ ഭാജനമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നരകത്തിന് ഭയമുളവാക്കുന്നവനെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. തിരുസഭയുടെ സ്തംഭമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പീഡിതരുടെ ആശ്വാസമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പാപികളുടെ മധ്യസ്ഥ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിഭ്രാന്തരുടെ പ്രകാശമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഭീരുക്കളുടെ അഭയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിരാശരുടെ ആധാരമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മഹാത്ഭുതങ്ങളുടെ പ്രവർത്തകനെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവാനുഗ്രഹങ്ങളുടെ ഉദാര മധ്യസ്ഥ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർക്ക് വേഗത്തിൽ അനുഗ്രഹം നൽകുന്ന പുണ്യവാനെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അങ്ങയിൽ വിശ്വസിക്കുന്നവരുടെ വിശ്വസ്ത സഹപ്രവർത്തക, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആവശ്യക്കാരുടെ സഹായമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഏറ്റവും പ്രയാസമേറിയ ഘട്ടങ്ങളിലെ സന്നദ്ധ സഹായമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ശരണമില്ലാത്ത കാര്യങ്ങളിൽ ശക്തിയുള്ള ന്യായവാദി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അങ്ങേ ബഹുമാനിക്കുന്നവരിൽ സ്നേഹം നിറഞ്ഞ സംരക്ഷക, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. എന്റെ എത്രയും പ്രത്യേക മധ്യസ്ഥ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവ കുഞ്ഞാടേ, കർത്താവേ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവ കുഞ്ഞാടേ, കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവ കുഞ്ഞാടേ, കർത്താവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അത്യാവശ്യ കാര്യങ്ങൾക്കായി നമ്മുടെ എല്ലാ നിയോഗങ്ങളും വിശുദ്ധ യൂദാസ്ലിഹായുടെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് വിശുദ്ധ യൂദാസ്ലിഹായോടുള്ള പ്രാർത്ഥന വളരെ സ്നേഹപൂർവ്വം നമുക്ക് ഏറ്റുചൊല്ലാം. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ കർത്താവും രക്ഷകനുമായ ഈശോയുടെ കുടുംബാംഗമേ, ഈശോയുടെ കുടുംബാംഗമേ, വിശുദ്ധ തദേവൂസേ, തദേവൂസേ, അങ്ങയുടെ ഭക്തരുടെ ഭക്തരുടെ വിശ്വസ്തവാദിയും വിശ്വസ്തവാദിയും മഹാസങ്കടത്തിൽ ഉഴലുന്നവരുടെ പ്രത്യേക സംരക്ഷകനും പുണ്യങ്ങൾ കൊണ്ടും അത്ഭുത ശക്തികൾ കൊണ്ടും പ്രഖ്യാതനുമായ വേദസാക്ഷി അപ്പോസ്തല ശരണമറ്റവരെ സഹായിക്കുവാൻ അങ്ങേക്കുള്ള കഴിവിൽ വിശ്വസിച്ചുകൊണ്ട് ഞാൻ അങ്ങയുടെ പക്കലേക്ക് തിരിയുന്നു. എൻ്റെ ഈ ആവശ്യത്തിൽ ഒരു നിമിഷം മൗനമായി നമ്മുടെ നിരവധിയായിട്ടുള്ള നിയോഗങ്ങൾ നമുക്കിപ്പോൾ ഉണർത്തിക്കാം.
എന്നെ സഹായിക്കണമെന്ന് എന്നെ സഹായിക്കണമെന്ന് ഹൃദയപൂർവം ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ എനിക്ക് സ്വയമായി ഒന്നും ചെയ്യുവാൻ കഴിവില്ല. എന്റെ ജീവിതകാലത്തിൽ അങ്ങയെ എന്റെ പ്രത്യേക മധ്യസ്ഥനായി വണങ്ങിക്കൊള്ളാമെന്നും ഞങ്ങളുടെ ആവശ്യങ്ങൾ ഏറ്റവും വേഗത്തിൽ സാധിച്ചു തരുവാൻ പ്രാപ്തമായ വിധം ശക്തിയായി വാദിക്കുന്ന അങ്ങയോടുള്ള ഭക്തിയെ പ്രചരിപ്പിച്ചു കൊള്ളാമെന്നും ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. ശരണമറ്റവരുടെയും ഭാഗ്യഹീനരുടെയും മധ്യസ്ഥനായി ലോകത്തിന്റെ നാനാഭാഗങ്ങളിലുമുള്ള ഭക്തജനങ്ങളാൽ വണങ്ങപ്പെടുന്നവനും ഈശോയുടെ വിശ്വസ്തദാസനും സ്നേഹിതനുമായ വിശുദ്ധ യൂദാ തദേവൂസേ, അപ്പോസ്തല, എന്റെ സങ്കടങ്ങളിലും പീഡകളിലും സമാധാനത്തെയും എന്റെ അത്യാവശ്യത്തിൽ സഹായത്തെയും നിത്യജീവിതത്തിൽ അങ്ങയോടും മറ്റു തെരഞ്ഞെടുക്കപ്പെട്ടവരോടും കൂടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുവാൻ എന്റെ മരണസമയത്ത് ആശ്വാസവും അനുഗ്രഹവും അങ്ങയുടെ യോഗ്യതകളാൽ ദൈവത്തിൽ നിന്നും പ്രാപിച്ചു തരണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. വിശുദ്ധ യൂദാ തദേവൂസേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ യൂദാ തദേവൂസേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ യൂദാ തദേവൂസേ. ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ശിരസ് നമിച്ച് സർവശക്തനായ ദൈവത്തിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. വിശുദ്ധ യൂദാസ്ലീഹായുടെ മാധ്യസ്ഥ്യം വഴി നമ്മുടെ ജീവിതത്തിൽ നിരവധിയായിട്ടുള്ള അനുഗ്രഹങ്ങൾ ഈ നിമിഷം ദൈവം ചൊരിയുമാറാകട്ടെ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടുകൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും വിശുദ്ധ യൂദാസ്ലീഹായുടെ മാധ്യസ്ഥം വഴി നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. രമ്യമേഴും ചുണ്ടയിലെ മധ്യസ്ഥ, ഞങ്ങളുടെ ആശ്രയ കേദാരമേ, ശുദ്ധയൂദാ വന്യഗുരു പാലക ഞങ്ങളെ പാർത്തിടണേ. രമ്യമേഴും ചുണ്ടയിലെ മധ്യസ്ഥ, ഞങ്ങളുടെ ആശ്രയ കേദാരമേ, ശുദ്ധയൂദാ വന്യഗുരു പാലക ഞങ്ങളെ പാർത്തിടണേ.